വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിലെ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രതികളിൽ ഒരാളായ വിനോദാണ് മരിച്ചത്. വീടിനു സമീപത്തെ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായിട്ടുണ്ട്. സച്ചിൻ, ഈ സംഭവം നടന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നുണ്ട്. ഈ പ്രതിയുടെ ജാമ്യവും കോടതി റദ്ദാക്കിയിരുന്നു. ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെ? രാവിലെ 6 മണിയോട് കൂടിയാണ് വാളയാർ അട്ടപ്പള്ളം സ്വദേശിയായിട്ടുള്ള വിനോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രധാനമായും വാളയാർ ആൾക്കൂട്ട കൊലപാതകം, അതായത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബഗാലിനെ കൊലപ്പെടുത്തിയ കേസിലെ 6ാം പ്രതിയാണ് വിനോദ്. നിലവിൽ കോടതി, അതായത് 9 പ്രതികൾക്ക് കോടതി ആദ്യഘട്ടത്തിൽ ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ഈ ജാമ്യം റദ്ദ് ചെയ്തിരുന്നു. ഇന്ന് കോടതിയിലേക്ക് ഹാജരാവാൻ വേണ്ടി വിനോദിനടക്കമുള്ളവർക്ക് നോട്ടീസ് അയച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. ഇതിൽ മനംനൊന്താണ് ഇത്തരത്തിൽ ജീവൻ ഒടുക്കിയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ഡിസംബർ 17-നാണ് വാളയാർ അട്ടപ്പള്ളത്ത് വെച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ ബഗാലിനെ ആൾക്കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഇതിൽ 6ാം പ്രതിയായ വിനോദ് അടക്കമുള്ളവരുടെ ജാമ്യമാണ് കഴിഞ്ഞ ദിവസം റദ്ദ് ചെയ്തത്. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു മാനസിക വിഷമത്തിലായിരുന്നു വിനോദ് എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടെ വീടിന് തൊട്ടടുത്ത പറമ്പിലാണ് വിനോദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നിലവിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഓക്കെ സച്ചിൻ, ശരി.